ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എൽ സിയെ കുറിച്ചാണ്. ഡെൽറ്റ എന്ന് പറയുന്ന പി എൽ സിയിൽ നമ്മളൊരു സിമ്പിൾ ആയിട്ട് ഒരു ലോജിക് ചെയ്ത് നോക്കാനാണ് പോകുന്നത്. ലോജിക് മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യം ഒരു രണ്ട് പുഷ് ബട്ടൺ ഉണ്ട്, ഒരു ഗ്രീനും റെഡും രണ്ട് പുഷ് ബട്ടൺ ഉപയോഗിച്ച് ആദ്യത്തെ ഒരു പുഷ് ബട്ടൺ, ഗ്രീൻ പുഷ് ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് 10 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ ഔട്ട്പുട്ട് ഓൺ ആകും. ആ ഔട്ട്പുട്ട് 5 സെക്കൻഡ് നേരത്തെ വർക്ക് ചെയ്യും. അതിനുശേഷം ആ ഔട്ട്പുട്ട് ഓൺ ആയതിനു ശേഷം അടുത്ത ഔട്ട്പുട്ട് ഓൺ ആവുന്നു, അത് 5 സെക്കൻഡ് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഔട്ട്പുട്ട് ഓൺ ആവുന്നു, അത് 5 സെക്കൻഡ് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 3 ഔട്ട്പുട്ടും കൂടെ ഒരുമിച്ച് ഓൺ ആവുന്നു. ആ 3 ഔട്ട്പുട്ടും ഒരു 10 സെക്കൻഡ്സ് വർക്ക് ചെയ്തതിന് ശേഷം 3 ഔട്ട്പുട്ടും ഒരുമിച്ചായി ഓഫ് ആവുന്നു. ഇതാണ് കോൺസെപ്റ്റ്. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു എമർജൻസി ഘട്ടത്തിൽ റെഡ് പുഷ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഈ ലാഡർ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ്. ഇനി നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഈ ലാഡർ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വർക്കിംഗ് നോക്കി അതിന്റെ ലോജിക് എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം പ്രാക്ടിക്കലി നമ്മൾ ഒരു പി എൽ സി ഉപയോഗിച്ച് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് ഫിസിക്കലിയും കൂടെ അത് വെരിഫൈ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിനകത്ത് പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ ലാഡർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പി എൽ സി ഉണ്ട്, DVP14SS2 എന്ന് പറയുന്ന ഡെൽറ്റൻ്റെ ഒരു പി എൽ സി കൊടുത്തിട്ടുണ്ട്. പിന്നെ SMBS നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ,
ഔട്ട്പുട്ട് നമ്മൾ കാണിക്കാനായിട്ട് 4 റിലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 ചാനൽ റിലേ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫിന് വേണ്ടിയിട്ട് നമുക്ക് 2 പുഷ് ബട്ടൺസ്, ഒരു റെഡും ഗ്രീനും ആയിട്ടുള്ള പുഷ് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓർഡറിലല്ലാതെ വയറിംഗ് എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് കണക്ഷൻ പോയിരിക്കുന്ന അറിയാലോ. SMBS നിന്ന് PLCയിലേക്ക് പോയിട്ടുണ്ട്, PLCയിൽ നിന്ന് റിലേയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻപുട്ട് വയറിങ്ങും ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതായത് ഈ പുഷ് ബട്ടണിൻ്റെ ഒരു വയറിങ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ DVP14SS2 എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ആദ്യത്തെ ഈ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് ടെർമിനൽസ്. ഓക്കെ, സോറി, ഇത് ഔട്ട്പുട്ട് ടെർമിനൽസ് ആണ്. Y0, Y1, Y1, Y2, Y3 അങ്ങനെ വരുന്നത് ഇത് ഔട്ട്പുട്ട് ടെർമിനലാണ്. X വരുന്നത് ഇൻപുട്ട് ടെർമിനലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വയറിങ് എങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഔട്ട്പുട്ട് വയേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ബ്ലൂ വയർ 3 റിലേക്കുള്ള വയറിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേ വയർ എന്ന് പറഞ്ഞിട്ട് കോമൺ ആണ്, ഇതിൻ്റെ കോമൺ വയർ, അതായത് -24 നമ്മൾ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഈ 2 വയർ പുഷ് ബട്ടണിൽ നിന്ന് വരുന്ന 2 വയേഴ്സാണ്, അതായത് റെഡും ഗ്രീനും. ഈ പുഷ് ബട്ടണിൽ നിന്ന് വരുന്ന 2 വയറാണ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഈ വയർ കോമൺ ആണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വയറിങ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഇനി നമ്മൾ ലാഡർ ചെയ്യുമ്പോൾ നമ്മൾ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സെയിം തന്നെ നമ്മൾ ഫിസിക്കലി ഇപ്പോൾ PLCയിൽ കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പവർ സപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ. പവർ അപ്പ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്, SMBS ഓണായി, PLCക്ക് കണക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ PLCക്കകത്ത് പവർ ഓൺ എന്ന് പറയുന്ന LED ബ്ലിങ്ക് ആവുന്നുണ്ട്, റൺ എന്നുള്ളത് ബ്ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ എറേഴ്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ PLCക്കകത്ത് നമ്മൾ ഓൾറെഡി പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PLCയുടെ ഭാഗം ക്ലിയർ ആണ്. ഇനി നമുക്ക് ലോജിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഔട്ട്പുട്ട് നമ്മൾ ഈ റിലേ മാത്രം നോക്കിയാൽ മതി. ഈ റിലേൻ്റെ LEDs നമുക്ക് നോക്കിയാൽ മതി. 3 ഔട്ട്പുട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എങ്ങനെ ഓൺ ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ഇതിൻ്റെ ഇൻപുട്ട് ഓൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഏത് തരം ഔട്ട്പുട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലൈറ്റോ പമ്പോ ഫാനോ എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ആസ് പെർ ലോജിക്ക് പ്രകാരം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു പുഷ് ബട്ടൺ, അതായത് ഓൺ ബട്ടൺ അമർത്തുമ്പോൾ 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ആദ്യത്തെ LED ഓൺ ആവും. അത് കഴിഞ്ഞ് 5 സെക്കൻഡ് ആ LED കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ആവും. അത് കഴിഞ്ഞ് ആ LED ഓഫ് ആയതിനു ശേഷം രണ്ടാമത്തെ LED ഓൺ ആവും. അത് 5 സെക്കൻഡ്സ് റൺ ആവും. അത് ഓൺ ആയതിനു ശേഷം മൂന്നാമത്തെ LED ഓൺ ആവും. അത് 5 സെക്കൻഡ്സ് വർക്ക് ചെയ്തതിന് ശേഷം 3 LED ഒരുമിച്ച് ഓൺ ആവും. അത് 10 സെക്കൻഡ്സ് നേരം നിൽക്കും, 10 സെക്കൻഡ്സ് വരയ്ക്ക് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം 3 LEDയും ഒരുമിച്ച് ഓഫ് ആവും. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ LED ഓൺ ആവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത ഉടനെ 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ LED ഓൺ ആവും. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ LED ഓണായി. ഇത് 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അടുത്ത LED ഓൺ ആവും. പാരലലി ഈ ഫസ്റ്റ് LED ഓഫ് ആവുകയും ചെയ്യും. ഈ 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ LED ഓൺ ആവും. ഓക്കെ, അത് കഴിഞ്ഞ് 5 സെക്കൻഡ്സ് കഴിഞ്ഞ് 3 ഒരുമിച്ച് ഓൺ ആവും. ഇനി ഇത് 10 സെക്കൻഡ്സ് വർക്ക് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഓഫ് ആവും. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ലാഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോജിക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റെഡ് പുഷ് ബട്ടൺ, അതായത് ഒരു എമർജൻസി ഘട്ടത്തിൽ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ആദ്യത്തെ LED ഓണായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ LED ഓണായിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ LED ഓണായി. നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണമെങ്കിൽ, നമ്മൾ ആ പ്രോസസ്സ് എമർജൻസി നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെഡ് പുഷ് ബട്ടൺ വഴി നമുക്കിതിനെ ഓഫ് ചെയ്യാം. അപ്പോൾ 3 LED ഒരുമിച്ച് ഓണായിട്ട് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അങ്ങനെ എമർജൻസി ഘട്ടത്തിൽ നമുക്ക് ഓഫ് ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ വെച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടില്ല. കാരണം വല്ലാണ്ട് ലെങ്തി ആയി പോകും ഈ ഒരു വീഡിയോ. അതായത് നമ്മൾ ഓരോ ലാഡർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻപുട്ട് അഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം വെക്കുമ്പോൾ വളരെ ലെങ്തി ആവും. അതേപോലെ വയറിങ്ങിൻ്റെ കാര്യത്തിലും ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച ഓവറോൾ ഈ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ഫ്രം PLC പ്രോഗ്രാമിംഗ് മുതൽ നമ്മളൊരു ഫിസിക്കലി ഒരു PLC ഉപയോഗിച്ച് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് കാണിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ആംഗിളിൽ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ സംതിങ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്